ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 85-11 വേദഭാഗം. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ ആ വലിയ കരുതലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന ഒരാത്മീയ അവസ്ഥയെ കാണിക്കുന്നു. അതിനകത്ത് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. ദൈവം മടങ്ങി വന്ന ജനത്തിന് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ആത്മീയ ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഇന്നലകളിൽ ദൈവത്തിൻ്റെ കോപത്തിന് കാരണഭൂതരായി ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയാതെ അവർ പാർക്കുന്ന ഭൂമി പോലും തരിശായി കിടക്കുമ്പോൾ മടങ്ങി വന്ന ജനത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മടങ്ങി വരുന്നതാണ് നമുക്ക് ഈ വാക്യത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുവാൻ നമ്മൾ പല മേഖലകളിലൂടെ ഓടി നടക്കാറുണ്ട്. പല കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വചനത്തിൻ്റെ അടിസ്ഥാനത്വത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യാസം ഉണ്ടാകുവാൻ നമ്മളിലൊരു വ്യത്യാസമുണ്ടാകണം. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധി സന്തോഷിക്കുന്ന ആത്മീയ തലങ്ങൾക്ക് ഉടമസ്ഥരായി നമ്മൾ തീരണം. അങ്ങനെയെങ്കിൽ ആമേൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലുകളും നമുക്ക് വേണ്ടി മടങ്ങി വരുവാൻ ഇടവരും എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ആമേൻ, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കും, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുവാൻ ഇടവരും എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗീയ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു വിടുതൽ ആവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വരേണ്ട മാനസാന്തരവും മടങ്ങിവരവും ഇന്ന് പകൽക്കാലം ഉണ്ടാകുവാൻ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിങ്കൽ തന്നെ. ആമേൻ.